മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി വിഭാഗത്തിനായി അനുവദിച്ച എസ് ഫണ്ടുകളുടെ ദുരുപയോഗവുമായി ബന്ധപ്പെട്ട പരാതിയിൽ സമഗ്രമായ തുടരന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട മുൻപ് പരാതികൾ നൽകി വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. അന്വേഷണം എങ്ങുമെത്താതിനെ തുടർന്നാണ് വീണ്ടും പരാതിയുമായി മുൻപോട്ട് വന്നിരിക്കുന്നത്. മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി വിഭാഗത്തിനായി അനുവദിച്ച എസ് ഫണ്ടുകളുടെ ദുരുപയോഗവുമായി ബന്ധപ്പെട്ട പരാതിയിൽ സമഗ്രമായ തുടരന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മുമ്പും പരാതികൾ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രമക്കേട് കണ്ടെത്തുന്നതിനായി അന്വേഷണം വിജിലൻസിന് കൈമാറി. അന്വേഷണം എങ്ങും എത്താത്തതിനെ തുടർന്നാണ് വീണ്ടും പരാതിയുമായി പൊതുപ്രവർത്തകൻ റിയാസ് രംഗത്തെത്തിയത്. ആദ്യം അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് പഞ്ചായത്തിലെ സെക്രട്ടറിയെയും അസിസ്റ്റന്റ് സെക്രട്ടറിയെയും സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷമുള്ള അന്വേഷണ നടപടികൾ കാര്യക്ഷമമായി മുന്നോട്ടു പോയില്ലെന്നാണ് റിയാസിന്റെ ആരോപണം. ഈ കഴിഞ്ഞ മാസം നമ്മൾ മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ നമ്മളൊരു അപേക്ഷ കൊടുത്തതിൻ്റെ പേരിൽ ആരംഭഘട്ട അന്വേഷണം നടത്തി 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഷൻ ചെയ്തിരുന്നു. എന്നാൽ ഈ അന്വേഷണം എസ് ഫണ്ടുകൾ ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. എസ് ഫണ്ടുകൾ കറക്റ്റായിട്ട് വിനിയോഗം ചെയ്യാതെ ഇവർ തട്ടിപ്പ് നടത്തിയതിനെതിരായിരുന്നു നമ്മളുടെ പരാതി. പക്ഷേ ഈ പരാതി തുടർന്ന് അന്വേഷണം നടക്കുകയും ആരംഭഘട്ട അന്വേഷണത്തിൽ അത് തെറ്റുണ്ടെന്ന് കണ്ടെത്തുകയും അതിനെ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഷൻ ചെയ്തിട്ടുള്ളതാണല്ലോ. എന്നാൽ ഈ തുടർ അന്വേഷണം നമ്മുടെ സെക്രട്ടേറിയറ്റിലെ ഒരു ഉന്നതതല ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ കൊണ്ട് ഇത് മന്ദഗതിയിലായിരിക്കുകയാണെന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇതിനെതിരായിട്ട് തുടർ അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം ബന്ധപ്പെട്ട വകുപ്പുകൾക്കും നമ്മളിപ്പോൾ പരാതി നൽകുകയാണ് ചെയ്യുന്നത്. ഈ പരാതിയുടെ തുടർ അന്വേഷണം വേണം തന്നെയാണ് നമ്മുടെ ആവശ്യം. ഫണ്ട് തട്ടിപ്പിൽ പങ്കുള്ള മുഴുവൻ ആളുകളെയും കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഷയത്തിൽ സമഗ്രമായ തുടരന്വേഷണം നടത്തി ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ആവശ്യമാണ് പരാതിക്കാരൻ മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.